إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് നന്മകൾ പ്രവർത്തിക്കുവാനുള്ള ഗേഹമായാണ് ഈ ദുനിയാവിനെ നിശ്ചയിച്ചിട്ടുള്ളത്. നന്മകൾ ചെയ്യുവാനുള്ള അവസരവും അതിനുള്ള സാഹചര്യവുമാണ്, അതിനുള്ള ഭവനമായിക്കൊണ്ടാണ് അള്ളാഹു ഈ ദുനിയാവിനെ നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ഒരാൾ മരണപ്പെടുന്നതോടുകൂടി പിന്നീട് നന്മകൾ പ്രവർത്തിക്കുവാനുള്ള അവസരം അയാൾക്ക് നഷ്ടപ്പെടുകയാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അൽ യൗമ ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഈ ദുനിയാവ് പ്രവർത്തിക്കുവാനുള്ള ഇടമാണ്, ഇവിടെ വിചാരണയില്ല. എന്നാൽ വഗദൻ ഹിസാബുൻ വലാ അമൽ, നാളെ പരലോകത്ത് അവിടെ അള്ളാഹുവിന്റെ ചോദ്യങ്ങളാണ്, അള്ളാഹുവിന്റെ വിചാരണയാണ്. അവിടെ പ്രവർത്തിക്കുവാനുള്ള അവസരവും സന്ദർഭവും സാഹചര്യവുമൊന്നും നമുക്കാർക്കുമില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മരണശേഷവും നമുക്ക് പ്രതിഫലങ്ങൾ മുറിഞ്ഞു പോകാതെ നിലനിൽക്കുന്ന ചില കർമ്മങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. നാം ഖബറിൽ കിടക്കുമ്പോഴും നമ്മുടെ ഖബറിലേക്ക്, നന്മയുടെ ഏടുകളിലേക്ക്, നമ്മുടെ നന്മയുടെ ഹസനാത്തിന്റെ ഏടുകളിലേക്ക് നന്മകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് നൽകിയ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കിയ ഒരാൾ അവൻ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുന്നിടുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അവൻ ഉന്മേഷവാനാവുകയും ചെയ്യും. കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഈ ഉമ്മത്തിന്റെ ശരാശരി പ്രായം 60-നും 70-നും ഇടയിലാണ്. ആ 70 വിട്ടുകടക്കുന്നവർ അത് വളരെ കുറച്ചു പേർ മാത്രമാണ്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്റിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയം, ആ വളരെ കുറച്ച് സമയം മാത്രമാണ് ഈ ഉമ്മത്തിന്റെ മൊത്തത്തിലുള്ള ആയുസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ആ ആയുസ്സിൽ നിന്ന് നമ്മുടെ ആയുസ് എടുക്കുകയാണെങ്കിൽ കേവലം മിനിറ്റുകളോ സെക്കൻഡുകളോ മാത്രമാണ് ഈ ദുനിയാവിൽ നാം ചെലവഴിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധിമാന്മാരായ ആളുകൾ അവരുടെ മരണശേഷവും അവർക്ക് പ്രതിഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ചെയ്യുവാൻ അവർ നന്നായി തൽപരത കാണിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സബ്ഉൻ യജ്രി ലിൽ അബ്ദി അജ്റുഹുന്ന വഹുവ ഫീ ഖബ്രിഹി ബഅദ മൗതിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മരണശേഷവും തന്റെ ഖബറിലേക്ക് പ്രതിഫലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന, തന്റെ ഖബറിലേക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന 7 കാര്യങ്ങളുണ്ട്. എന്നിട്ട് അവിടുന്ന് ഓരോന്നും നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി, മൻ അല്ലമ ഇൽമ, ആരെങ്കിലും ദീനി വിജ്ഞാനം അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകിയാൽ അവൻ അതിന്റെ പ്രതിഫലം ഖബറിൽ ലഭിക്കുന്നതാണ്. മഹാന്മാരായ അമ്പിയാക്കന്മാർ അവരെല്ലാവരും നിർവഹിച്ച ജോലിയാണ് ജനങ്ങളെ നേർമാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. ശിർക്കിന്റെയും കുഫറിന്റെയും തിന്മകളുടെയും അന്ധകാരത്തിൽ നിന്ന് തൗഹീദിന്റെയും ഇസ്ലാമിന്റെയും നന്മയുടെയും വെള്ളി വെളിച്ചത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലായിരുന്നു അമ്പിയാക്കന്മാരുടെ പ്രവർത്തനം. അതായിരുന്നു അവരുടെ ജോലി. അങ്ങനെ ജനങ്ങൾക്ക് ഇൽമു പകർന്നു നൽകുക, അവർക്ക് വിജ്ഞാനം നൽകുക എന്നുള്ളത് അമ്പിയാക്കന്മാരുടെ പ്രവർത്തനമാണ്. സത്യവും അസത്യവും വേർതിരിയുന്നത് ശരിയായ ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ശരിയായ വിജ്ഞാനം അത് മറ്റുള്ളവർക്ക് നാം പകർന്നു നൽകുകയാണെങ്കിൽ അവർ അതനുസരിച്ച് ജീവിക്കുന്ന കാലം അത്രയും
നമുക്കതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം മറ്റുള്ളവർക്ക് ഇൽമു പകർന്നു കൊടുക്കുമ്പോൾ ആദ്യം നാം ഇൽമു പഠിച്ചവരായിരിക്കണം. നമുക്കറിവുള്ള കാര്യത്തിലേക്ക് മാത്രമേ നമുക്ക് ഒരാളെ ക്ഷണിക്കാൻ അനുവാദമുള്ളൂ. അറിവില്ലാത്ത കാര്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാൻ അനുവാദമില്ല. അതുകൊണ്ട് നാം പകർന്നു നൽകിയ വിജ്ഞാനങ്ങൾ അതനുസരിച്ച് അമൽ ചെയ്യുന്നവർ അവരെത്ര കാലത്തോളം അതനുസരിച്ച് ജീവിക്കുന്നുവോ അതിന്റെ ഒരു ഓഹരി നിനക്ക് ലഭിക്കുന്നതാണ്. ഇത് കേൾക്കുമ്പോൾ ചില ആളുകളൊക്കെ വിചാരിക്കും, ഇൽമു പഠിച്ച വലിയ വലിയ പണ്ഡിതന്മാർക്ക് മാത്രമല്ലേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അതിന്റെ ഒരു ഓഹരി അവർക്ക് ലഭിക്കുന്നതാണ്. ഞാൻ പഠിച്ച ഒരു കാര്യം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ബല്ലിഗു അന്നി വലൗ ആയ, നിങ്ങൾ എന്നിൽ നിന്ന് ഒരു ആയത്തെങ്കിലും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ഒരായത്ത് ഞാൻ ശരിക്ക് അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കിയാൽ അതിലേക്ക് നമുക്ക് മറ്റുള്ള ആളുകളെ ക്ഷണിക്കാൻ കഴിയുന്നതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മൻ അല്ലമ ആയതൻ മിൻ കിതാബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരായത്ത് മറ്റുള്ളവരെ പഠിപ്പിച്ചാൽ കാന ലഹു സവാബുഹാ മാ തുലിയത്, ആ ആയത്ത് പാരായണം ചെയ്യുന്ന കാലം അത്രയും അതിന്റെ പ്രതിഫലം അത് പഠിപ്പിച്ച വ്യക്തിക്ക് ലഭിക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഖുർആനിൽ നാം ആദ്യം പഠിക്കേണ്ടത് സൂറത്തുൽ ഫാത്തിഹയാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ ചെറിയ മക്കൾക്ക് നാം തന്നെ പഠിപ്പിച്ചു കൊടുക്കുക. അത് മദ്രസയിലെ ഉസ്താദിനെ ഏൽപ്പിക്കരുത്, ആദ്യമായി നമ്മൾ തന്നെ പഠിപ്പിക്കുക. കാരണം ആ മക്കൾ മരിക്കുന്ന കാലം അത്രയും അവർ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസവും 17 തവണ നിർബന്ധമായി ഓതുകയാണ്. സുന്നത്ത് നമസ്കാരങ്ങളാണെങ്കിൽ വീണ്ടും അധികമായി അവർ പാരായണം ചെയ്യുകയാണ്. അങ്ങനെ ആ മക്കൾ ആ ഫാത്തിഹ പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ എത്രയാണ്. അതുപോലെ തന്നെയാണ് വുദൂഇന്റെ കാര്യവും. നമ്മുടെ മക്കൾക്ക് നാം വുദൂ ചെയ്ത് കാണിച്ചു കൊടുക്കുക, വുദൂഇന്റെ രൂപങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മക്കൾ ജീവിക്കുന്ന കാലം, അവർ വുദൂ എടുക്കുന്ന കാലം അത്രയും അതിന്റെ നന്മകൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി പണ്ഡിതന്മാരല്ലാത്ത ആളുകൾ, അവർക്കും മറ്റു വഴികളുണ്ട്. പണ്ഡിതന്മാരുടെ ക്ലാസുകൾ, അവരെഴുതിയ പുസ്തകങ്ങൾ, അവരുടെ പ്രഭാഷണങ്ങൾ, അവരുടെ ക്ലാസുകളെല്ലാം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. നീ അയച്ചു കൊടുക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കാം, ഒരു കിതാബായിരിക്കാം ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചത്. തൗഹീദിനെ കുറിച്ച്, സുന്നത്തിനെ കുറിച്ച് പറയുന്ന ക്ലാസുകൾ, നമസ്കാരത്തിന്റെ രൂപങ്ങൾ, നമസ്കാരത്തിലെ ദിക്റുകൾ പഠിപ്പിക്കുന്ന ബുക്കുകൾ നീ ഒരാൾക്ക് കൈമാറുക. അങ്ങനെ നീ നൽകിയ പുസ്തകം കാരണത്താൽ തൗഹീദിലേക്ക് കടന്നു വന്നവർ, ബിദ്അത്ത് ഒഴിവാക്കിയവർ, നമസ്കാരം നേരെയാക്കിയവർ, ദിക്റുകൾ പതിവാക്കിയവർ, അങ്ങനെ എത്രയെത്ര പ്രതിഫലങ്ങളാണ് നീ അറിയാതെ തന്നെ നിനക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, വദ്ദാല്ലു അലൽ ഖൈരി കഫാഇലിഹി, ഒരു നന്മ അറിയിച്ചു കൊടുക്കുന്നവൻ അത് പ്രവർത്തിച്ചവനെ പോലെയാണ്. അഥവാ അത് പ്രവർത്തിച്ചവന് ലഭിക്കുന്ന അതേ പ്രതിഫലം ആ നന്മ അറിയിച്ചു കൊടുത്ത വ്യക്തിക്കുമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകൾ, അതിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് നമുക്ക് നന്മകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും നമുക്ക് എത്തിക്കാൻ കഴിയും. നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്ക്, നമ്മുടെ സുഹൃത്തുക്കളിലേക്ക്, നമ്മുടെ ബന്ധപ്പെട്ട ആളുകളിലേക്കെല്ലാം നന്മകൾ എത്തിക്കാനുള്ള വഴികൾ അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നാം അത് നിസ്സാരമായി കാണരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ ഖൈറുൻ ലക മിൻ അൻ യകൂന ലക ഹുംറുൻ നിഅം, നിന്റെ പക്കൽ ഒരു ചുവന്ന ഒട്ടകം ഉണ്ടായിരിക്കുന്നതിനേക്കാൾ നിനക്ക് ഉത്തമമായത് നീ കാരണമായി, നീ നിമിത്തമായി അല്ലാഹു ഒരാളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ചുവന്ന ഒട്ടകങ്ങൾ എന്നത് അറബികളുടെ പക്കൽ അങ്ങേയറ്റം മൂല്യമുള്ള, അവർ അഭിമാനമായി കൊണ്ടു നടന്നിരുന്ന കാര്യമാണ്. അതിനേക്കാൾ നിനക്ക് ഉത്തമമായത് ഒരാൾ ഹിദായത്തിലാവുക, ഒരാൾ സന്മാർഗത്തിലാവുക എന്ന കാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നന്മകൾ നാം മറ്റുള്ളവർക്ക് പകർന്നു നൽകുക, അതെത്തിച്ചു കൊടുക്കുക. ആ സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നാം അറിയിച്ചു കൊടുക്കുന്ന കാര്യം, നാം ക്ഷണിക്കുന്ന കാര്യം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതാണോ എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതല്ലാതെ കണ്ടതും കേട്ടതുമെല്ലാം ഷെയർ ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മിൽ ഉണ്ടാകരുത് എന്ന് നാം പ്രത്യേകമായി ഓർമ്മിക്കുക. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഔ കറാ നഹ്റൻ, ഒരു പുഴ വെട്ടിയൊഴുക്കിയാൽ, ഒരു പുഴ ഒഴുക്കി നൽകിയാൽ അവനും നാളെ പരലോകത്ത് അവന്റെ ഖബറിലേക്ക് പ്രതിഫലങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളമെത്താത്ത സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്.
അവർക്ക് അവരുടെ മറ്റ് ആവശ്യങ്ങൾക്കോ കൃഷികൾക്കോ ഒക്കെ വേണ്ടി സമുദ്രത്തിൽ നിന്ന് ഒരു നദി വെട്ടിയൊഴുക്കുക, അതല്ലെങ്കിൽ അവിടേക്ക് ഒരു കനാല് നിർമ്മിച്ചു കൊടുക്കുക, ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നാം അതിന്റെ പൈപ്പ് കണക്ഷനുകൾ എടുത്തു കൊടുക്കുക, അതല്ലെങ്കിൽ ടാങ്കർ ലോറികളിലായി അവിടേക്ക് വെള്ളം എത്തിക്കുക, ഇതെല്ലാം ഇതിന്റെ ഗണത്തിൽപ്പെടുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഇഫ്റാഗുക മിൻ ദൽവിക ഫീ ദൽവി അഖീക ലക സദഖ. നീ നിന്റെ വെള്ളത്തിന്റെ പാത്രത്തിൽ നിന്ന് നിന്റെ സഹോദരന്റെ പാത്രത്തിലേക്ക് നീ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അത് നിനക്കൊരു സദഖയായി രേഖപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, അഫ്ദലുസ് സദഖതി സഖിയുൽ മാ. ജനങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കുക, അവർക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സദഖയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെടുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം റസൂലിന്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഉമ്മി മാതത്, എന്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്, അഫ അതസദ്ദഖു അൻഹ, ഞാൻ അവർക്ക് വേണ്ടി സദഖ നൽകട്ടെയോ? റസൂലുള്ളാഹി പറഞ്ഞു, നഅം, നീ നിന്റെ ഉമ്മാക്ക് വേണ്ടി സദഖ നൽകുക. എന്നിട്ട് റസൂലിനോട് ചോദിക്കുകയാണ്, ഫഅയ്യു സദഖതി അഫ്ദൽ, റസൂലേ സദഖകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? റസൂലുള്ളാഹി പറഞ്ഞു, സഖിയുൽ മാ, നീ വെള്ളം കുടിപ്പിക്കുക, മറ്റുള്ളവർക്ക് വെള്ളം ലഭിക്കുന്ന രൂപത്തിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കുക, അതാണ് ഏറ്റവും വലിയ സദഖയെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവർക്ക് അവരുടെ ഉമ്മയുടെ പേരിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ, സജ്ജീകരണങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കാവുന്നതാണ്. അവരുടെ ഖബറിലേക്ക് നാളെ അത് പ്രതിഫലമായി വന്നുകൊണ്ടിരിക്കുമെന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഔ ഹഫറ ബിഅറ, ആരെങ്കിലും ഒരു കിണർ കുഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വെള്ളം കുടിപ്പിക്കുന്നതിന്റെ, വെള്ളം നൽകുന്നതിന്റെ ശ്രേഷ്ഠത നാം മനസ്സിലാക്കി. ആ വെള്ളത്തിന്റെ പ്രധാന സ്രോതസ്സാണ് കിണറെന്ന് പറയുന്നത്. കിണർ ധാരാളം വർഷങ്ങൾ നിലനിൽക്കുന്നതാണ്. കിണറെന്ന് പറയുന്ന ജലസ്രോതസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന കിണറുകൾ ഇന്നും മദീനയിലും മക്കയിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് സഹാബികൾ അവർ കുഴിച്ച കിണറിൽ നിന്നും ഇന്നും അതാ മുസ്ലിമീങ്ങൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ പ്രതിഫലങ്ങൾ അവരുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരിക്കൽ ഒരു വ്യക്തി, അയാൾ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്, അയാൾക്ക് കഠിനമായ ദാഹം അനുഭവപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു കിണർ കാണുകയും ആ കിണറിലേക്ക് ഇറങ്ങിക്കൊണ്ട് അദ്ദേഹം വെള്ളം കുടിച്ച് അദ്ദേഹത്തിന്റെ ദാഹം അകറ്റുകയുമുണ്ടായി. അങ്ങനെ അദ്ദേഹം കിണറിൽ നിന്ന് പുറത്തേക്ക് വന്ന സന്ദർഭത്തിൽ ഒരു നായയെ കാണുകയാണ്. ആ നായ വിശന്ന് ദാഹിച്ചു വലഞ്ഞുകൊണ്ട് ആ നായ തന്റെ നാവ് കൊണ്ട് മണ്ണിൽ ഇങ്ങനെ ഉരയ്ക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹം ആലോചിക്കുകയാണ്, എനിക്ക് ബാധിച്ചതുപോലെയുള്ള ഒരു ദാഹമാണ് ഈ ജീവിക്കും ബാധിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്റെ സ്വന്തത്തോട് പറയുകയും അങ്ങനെ വീണ്ടും കിണറ്റിലേക്ക് ഇറങ്ങിക്കൊണ്ട് തന്റെ ഷൂസിൽ, തന്റെ ചെരുപ്പിൽ വെള്ളം നിറച്ചുകൊണ്ട് ആ നായയെ കുടിപ്പിക്കുകയുമുണ്ടായി. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അദ്ദേഹത്തെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയുമുണ്ടായി. ഇത് കേട്ടപ്പോൾ സ്വഹാബികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വ ഇന്ന ലനാ ഫിൽ ബഹായിമി അജ്റ, ഇങ്ങനെയുള്ള മൃഗങ്ങൾ, ആ മൃഗങ്ങളോട് ഉപകാരം ചെയ്താൽ അതിൽ നമുക്ക് പ്രതിഫലം ലഭിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫീ കുല്ലി കബിദിൻ റത്ബത്തിൻ അജ്ർ, പച്ചക്കരലുള്ള ഏത് ജീവിയോടും നീ നന്മ ചെയ്താൽ നിനക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കിണർ കുഴിച്ചു കൊടുക്കുക, ജനങ്ങൾക്ക് വെള്ളത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് അത് നാളെ പരലോകത്തും നാളെ നാം ഖബറിൽ കിടക്കുമ്പോൾ നമ്മുടെ നന്മയുടെ ഏടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പ്രതിഫലമാണെന്ന് നാം മനസ്സിലാക്കുക. നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഔ ഗറസ നഖ്ലൻ, ആരെങ്കിലും ഒരു ഈന്തപ്പന മരം നട്ടുപിടിപ്പിച്ചാൽ, ഈന്തപ്പന മരം എന്ന് പറയുന്നത് മറ്റു മരങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള മരമാണ്, അതിന്റെ എല്ലാ ഭാഗവും ഉപയോഗിക്കാവുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈന്തപ്പന മരം മാത്രമല്ല, മറ്റു ഹദീസുകളിൽ വന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ, ഏതെങ്കിലും ഒരു മുസ്ലിമായ ഒരു വ്യക്തി അവൻ ഒരു വൃക്ഷം നട്ടുപിടിപ്പിക്കുകയാണ്, ഔ യസ്റഉ സറഅൻ, അതല്ലെങ്കിൽ ഒരു കൃഷി അവൻ ചെയ്യുകയാണ്, ഫയകുലു മിൻഹു തൈറുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ, എന്നിട്ട് അവൻ നട്ടുപിടിപ്പിച്ച ആ വൃക്ഷത്തിൽ നിന്ന്, ആ കൃഷിയിൽ നിന്ന് പക്ഷികളോ പറവകളോ
മനുഷ്യരോ മൃഗങ്ങളോ ഒക്കെ അതിൽ നിന്ന് ഭക്ഷിക്കുകയാണെങ്കിൽ ഇല്ലാ കാന ലഹു ബിഹി സദഖതൻ ഇല്ലാ കാന ലഹു ബിഹി സദഖത്തുൻ, അതവനൊരു സദഖയായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മരം നടുക എന്നത് ജനങ്ങൾക്ക് അങ്ങേയറ്റം ആവശ്യമുള്ളതാണ്. അവർക്ക് തണലേകുന്ന കാര്യമാണ്. ഇനി കായ്ക്കനികൾ നെരുകുന്ന മരങ്ങളാണെങ്കിൽ ആ മരത്തിൽ നിന്ന് മനുഷ്യർക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കുമെല്ലാം അവരുടെ വിശപ്പകറ്റാൻ കഴിയുന്നതാണ്. അങ്ങനെ ആ മരം നിലനിൽക്കുന്ന കാലത്തോളം ആ മരം നട്ടുപിടിപ്പിച്ച വ്യക്തിക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അഞ്ചാമതായി ഔ ബനാ മസ്ജിദൻ, മസ്ജിദ് പണിയുക, പള്ളി പണിയുക എന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അവന്റെ പള്ളികളാണ്. അതുകൊണ്ട് പള്ളികൾ പണിയുക എന്നത് അത് നിസ്സാരമായ കാര്യമല്ല, അതിന് ധാരാളം പ്രതിഫലങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, മൻ ബനാ മസ്ജിദൻ ലില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു ഭവനം, ഒരു മസ്ജിദ് പണിയുകയാണെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയാണ്, ജനങ്ങളെ കാണിക്കാനല്ല, ജനങ്ങളുടെ മുമ്പിൽ ഞാനൊരു ദീനീ സ്നേഹിയാണെന്ന് അറിയിക്കാനല്ല, എൻ്റെ പേരുകൾ എഴുതിക്കൊണ്ട് അവിടെ ഒരു ബോർഡ് സ്ഥാപിക്കാനല്ല, മറിച്ച് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഞാനൊരു പള്ളി പണിയുകയാണെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞു ബനല്ലാഹു ലഹു ഫിൽ ജന്നതി മിസ്ലഹു, അതുപോലെയുള്ള ഒരു ഭവനം അള്ളാഹു അവന് നാളെ സ്വർഗത്തിൽ ഒരുക്കി കൊടുക്കുന്നതാണ്. ഒരാൾ ഒരു പള്ളി നിർമ്മിച്ചാൽ ആ പള്ളിയിൽ നടക്കുന്ന ഇബാദത്തുകൾക്കെല്ലാം അതിന്റെ പ്രതിഫലത്തിന്റെ ഒരു ഓഹരി ആ പള്ളി നിർമ്മിച്ച വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. അവിടെ നടക്കുന്ന നമസ്കാരങ്ങൾ, അവിടെ നടക്കുന്ന ഖുർആൻ പാരായണം, അവിടെ നടക്കുന്ന ഇൽമിന്റെ മജ്ലിസുകൾ, അങ്ങനെ എല്ലാത്തിന്റെയും പ്രതിഫലം ആ പള്ളി നിർമ്മിച്ച ആളുകൾക്ക് ലഭിക്കുന്നതാണ്. ഒരു പള്ളി മുഴുവനായും നിർമ്മിക്കുക എന്നതാണ് അതിന്റെ ഏറ്റവും പൂർണ്ണമായ രൂപം. എന്നാൽ അതിന് സാമ്പത്തികമായി ശേഷിയില്ലാത്ത ആളുകൾക്ക് അവർ നിരാശപ്പെടേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, മൻ ബനാ മസ്ജിദൻ ലില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി നിർമ്മിക്കുകയാണ്, എന്നിട്ട് പറഞ്ഞു കമഫ്ഹസി ഖതാത്തിൻ, അഥവാ ഒരു പ്രാവ് മുട്ടയിടുന്ന സ്ഥലം, അത് വളരെ ചെറിയ സ്ഥലമാണ്, ഔ അസ്ഗറ, അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ ഒരു പള്ളി ഒരാൾ ഉണ്ടാക്കുകയാണെങ്കിൽ, അഥവാ അത്രയും ചെറിയ പള്ളി, ഒരാൾക്ക് സുജൂദ് ചെയ്യുവാനുള്ള ഇടം, അത്രയും ചെറിയൊരു പള്ളിയാണ് ഒരാൾ ഉണ്ടാക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അവനൊരു ഭവനം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് പള്ളി നിർമ്മാണവുമായി സഹകരിക്കുക. ആ പള്ളിയുടെ ഒരു മുസല്ല അത് നമുക്ക് സ്പോൺസർ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നാം ഏറ്റെടുക്കുക. അങ്ങനെ പള്ളിയുടെ എല്ലാ പ്രവർത്തനത്തിനും അതിന് നാം ചെലവഴിക്കുന്ന ഓരോ തുകക്കും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ് ലഭിക്കുന്നതെന്ന് നാം പ്രത്യേകം ഓർക്കുക. പള്ളി നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ നാം പ്രത്യേകമായി ശ്രദ്ധിക്കുക. തൗഹീദുള്ള ആളുകൾ അഹ്ലുസുന്നയുടെ പള്ളികളുമായിട്ടാണ് നാം സഹകരിക്കേണ്ടത്. അതല്ലാത്ത ആളുകളുടെ പള്ളികൾ, അതുമായി നമുക്ക് സഹകരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അവിടെ നടക്കുന്നത് എന്താണ്? ബിദ്അത്തുകളാണ്. മൗലൂദുകളും റാത്തീബുകളും ഹദ്ദാദുകളും കുതുബിയത്തുകളും ഇത്തരത്തിൽ നടക്കുന്ന പള്ളികളുമായി നമുക്കെങ്ങനെയാണ് സഹകരിക്കാൻ കഴിയുക? അവിടെ നടക്കുന്നത് ബിദ്അത്തുകളാണ്. ശിർക്കിന്റെ വരികൾ നിറഞ്ഞ മാലയും മൗലൂദുമാണ് പള്ളികളിൽ വെച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അത് പള്ളിയുടെ ലക്ഷ്യമല്ല, പള്ളി ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യമല്ല അവിടെ നടമാടപ്പെടുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള പള്ളികളുമായി നാം സഹകരിക്കേണ്ടതില്ല, അത്തരത്തിലുള്ള ആളുകളുമായി നാം സഹായിക്കേണ്ടതില്ല. മറിച്ച് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന പള്ളികളുമായി, അതുമായിട്ടാണ് നമുക്ക് ബന്ധമുണ്ടാകേണ്ടത്. ആറാമതായി റസൂലുള്ളാഹി പറഞ്ഞു ഔ വറസ മുസ്ഹഫ, ഒരാൾ ഒരു മുസ്ഹഫ് അനന്തരമായി വിട്ടേച്ചു പോവുക. ഇത് രണ്ട് രൂപത്തിലാണുള്ളത്. നമ്മുടെ ഉപ്പ ഉപയോഗിച്ച മുസ്ഹഫ്, നമ്മുടെ ഉമ്മ ഉപയോഗിച്ച മുസ്ഹഫ്, ആ മുസ്ഹഫിൽ ഞാൻ ഓതുകയാണെങ്കിൽ ഇതെന്റെ ഉപ്പ വിട്ടേച്ചു പോയതാണ്. അങ്ങനെ ആ മുസ്ഹഫിൽ നാം ഓതുമ്പോൾ അതിന്റെ പ്രതിഫലം നമ്മുടെ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നതാണ്. ഇനി അതല്ല എങ്കിൽ ഒരു വ്യക്തി അവൻ ധാരാളം മുസ്ഹഫുകൾ പള്ളികളിലേക്ക് സ്പോൺസർ ചെയ്യുകയാണ്, വഖഫ് ചെയ്യുകയാണ്, ഹിഫ്ള് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഖുർആൻ അവൻ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ, വഖഫ് ചെയ്യുകയാണെങ്കിൽ, ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന, അത് പാരായണം ചെയ്യുന്നതിനെല്ലാം അത് സ്പോൺസർ ചെയ്ത ആളുകൾക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഏഴാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ മക്കളെ ദീനീ ചിട്ടയുള്ള സ്വാലിഹായ സന്താനങ്ങളായി നാം വളർത്തിയെടുക്കുക എന്നതാണ്. ധാരാളം ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ഔ വലദിൻ സാലിഹിൻ, സാലിഹായ ഒരു സന്താനം. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നാം ദീനീ ചിട്ട അത് നാം അവരെ ചെറുപ്പത്തിൽ തന്നെ നാം പഠിപ്പിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾ അത് നമ്മുടെ അമാനത്താണ്. അള്ളാഹു നമ്മെ വിശ്വസിച്ചേൽപ്പിച്ച കാര്യമാണ്. അതിൽ നാം വഞ്ചന കാണിക്കാൻ പാടില്ല.
അവർക്ക് ദീനിന്റെ അധ്യാപനങ്ങൾ അവർക്ക് നാം നിർബന്ധമായും പഠിപ്പിക്കേണ്ടതുണ്ട്. ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ, നമസ്കാരവും തൗഹീദും അള്ളാഹുവിനെ കുറിച്ചും അവന്റെ ദീനിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചെല്ലാം അവർക്ക് നാം പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാലശേഷവും നമ്മുടെ മക്കൾ ചെയ്യുന്ന ഓരോ നന്മകളുടെയും പ്രതിഫലം അത് നമുക്ക് ലഭിക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നതായി കാണാം. നാം നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. നമ്മുടെ മക്കൾക്ക് നാം ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അവർക്ക് ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവർ വലുതായി, അവർ വലിയ മക്കളായി, അവർ ചിലപ്പോൾ മറ്റുള്ള മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടാവും, അവർക്ക് ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാകും. അങ്ങനെ ആ മക്കളിലൂടെ ഈ സമൂഹത്തിൽ നന്മകൾ വ്യാപിക്കുകയാണ്. ഇതിന്റെ എല്ലാം പ്രതിഫലം ആദ്യമായി പ്രയത്നിച്ച ആ മാതാപിതാക്കൾക്ക് ലഭിക്കുമെന്ന കാര്യം നാം നന്നായി ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികൾ, സഹാബികൾ, താബിഈങ്ങൾ, അതിനുശേഷം വന്ന പണ്ഡിതന്മാർ, അവരെഴുതിയ രചനകൾ, അവരുടെ കിതാബുകൾ നാം ഇന്നും വായിക്കുകയാണ്, അവരെക്കുറിച്ച് നാം ഇന്നും ഓർക്കുകയാണ്. സഹീഹുൽ ബുഖാരിയും സഹീഹു മുസ്ലിമും അറിയാത്തവരായി മുസ്ലിമീങ്ങളിൽ ആരുമില്ല. അങ്ങനെ അവരുടെ നന്മകൾ, അവർ ഈ സമൂഹത്തിന് വിട്ടേച്ചു പോയ നന്മകൾ എത്രയാണ്. ഇതിനെല്ലാം പിന്നിൽ ഒരു ഉമ്മയുടെ, ഒരു മാതാപിതാക്കളുടെ പ്രയത്നമുണ്ടെന്ന കാര്യം നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഇന്ന ഔലാദകും മിൻ കസ്ബികും, നിങ്ങളുടെ മക്കൾ അത് നിങ്ങളുടെ സമ്പാദ്യത്തിൽപ്പെട്ടതാണ്, നിങ്ങളുടെ സമ്പാദ്യമാണ് നിങ്ങളുടെ മക്കൾ. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ നന്മ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി, തന്റെ മരണശേഷം തനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന മക്കളെ അവന് വിട്ടേച്ചു പോന്നിട്ടുണ്ട്. തന്റെ മകൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ അവന് ദീനീ ബോധത്തിൽ ദീനിയായ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ അവന് നൽകേണ്ടതുണ്ട്. ആ ചിട്ടയിൽ അവനെ വളർത്തേണ്ടതുണ്ട്. ഒരു ഹദീസിൽ കാണാം, ഒരു മുസ്ലിമായ ഒരു വ്യക്തി അവൻ സ്വർഗത്തിൽ ഉന്നതമായ പദവിയിലെത്തും. ഈ സന്ദർഭത്തിൽ ആ വ്യക്തി അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അന്നഹാദ, അള്ളാഹുവെ എനിക്കെങ്ങനെയാണ് ഇത്രയും ഉയർന്ന പദവി ലഭിച്ചത്? ഞാൻ അത്രയൊന്നും അമല് ചെയ്തിട്ടില്ലല്ലോ. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് പറയുകയാണ്, ബിസ്തിഗ്ഫാരി വലദിക ലക്, നിന്റെ മരണശേഷം നിന്റെ മക്കൾ നിനക്ക് വേണ്ടി ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ട്. നിന്റെ മക്കളുടെ ഇസ്തിഗ്ഫാർ കാരണമാണ് നീ സ്വർഗത്തിലെ ഇത്രയും ഉന്നത പദവിയിലെത്താനുള്ള കാരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയോട് പറയുന്നതാണ്. അതുകൊണ്ട് മക്കളെ ദീനിയായ ചിട്ടയിൽ വളർത്തുക. എൻ്റെ ഉപ്പാക്ക് വേണ്ടി, എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ കഴിയുന്ന മക്കളാകണം. ആ ഉപ്പാക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ അറിയുന്ന മക്കളാവണം. ഇതൊന്നും അറിയാത്ത, ദീനിന്റെ അധ്യാപനങ്ങൾ പഠിക്കാത്ത ധാരാളം വിദ്യാർത്ഥികൾ വളർന്നു വരുന്ന കാലമാണ്. അതുകൊണ്ട് പ്രത്യേകമായി നാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുറിഞ്ഞു പോകാത്ത പ്രതിഫലങ്ങൾ, അതിന്റെ മാർഗങ്ങൾ അന്വേഷിക്കുകയും അതിൽ മുന്നേറുവാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എട്ടാമത്തെ മാർഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അള്ളാഹുവിന്റെ മാർഗത്തിൽ വല്ല കെട്ടിടങ്ങളും പണിത് നൽകുക, നിർമ്മിച്ചു നൽകുക. വഴിയാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അവർക്ക് വിശ്രമിക്കാൻ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അത്തരത്തിലുള്ള കെട്ടിടങ്ങൾ, അതല്ലെങ്കിൽ യതീമായ മക്കൾ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ബിൽഡിങ്ങുകൾ, അതുപോലെ വിധവകൾക്ക് വേണ്ടി അവരെ സഹായിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ, ദീനീ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നതിന് അതിനുവേണ്ട കെട്ടിടങ്ങൾ, ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. ആശുപത്രികളും ക്ലിനിക്കുകളുമെല്ലാം അതൊരു വ്യവസായമായി, സമ്പത്തിന്റെ മാർഗമായി പ്രതീക്ഷിക്കാതെ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി ബിൽഡിങ്ങുകൾ നിർമ്മിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നാം നമ്മുടെ മരണശേഷവും നമ്മുടെ നന്മയുടെ അക്കൗണ്ടുകളിലേക്ക് പ്രതിഫലം വന്നെത്തുന്നതാണ്. ഒമ്പതാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുസ്ലിമീങ്ങൾ അവരുടെ അഭിമാനവും രക്തവും സമ്പത്തുമെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടി മുസ്ലിം രാജ്യങ്ങളിൽ അവരുടെ അതിർത്തികൾ കാക്കുന്ന പട്ടാളക്കാർ, ആ പട്ടാളക്കാർ അവരുടെ അതിർത്തി കാക്കുന്ന സന്ദർഭത്തിലാണ് അവർ മരണപ്പെടുന്നതെങ്കിൽ അവരുടെ നന്മകൾ, അവരുടെ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്നില്ല. മറിച്ച് അവരുടെ ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ അവരുടെ നന്മകൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഖബർ ശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പഠിപ്പിക്കുകയാണ്. പത്താമതായി ജാരിയായ സദഖകൾ,
ജാരിയായ സദഖകൾ ഒരിക്കലും നിലക്കാത്ത സദഖകൾ, നാം മുമ്പ് സൂചിപ്പിച്ച പല കാര്യങ്ങളും ജാരിയായ സദഖകളാണ്. കിണർ കുഴിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ നന്മയുടെ കാര്യങ്ങൾക്ക് പള്ളി നിർമ്മിച്ചു കൊടുക്കുക, പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി ഭൂമി നൽകുക, അതുപോലെ വിദ്യാർത്ഥികൾക്ക് മതവിദ്യാർത്ഥികൾക്ക് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ജാരിയായ സദഖകളാണ്, എന്നെന്നും നിലനിൽക്കുന്ന സദഖകളാണ്. ആ സദഖകളെല്ലാം നാം ചെയ്യുകയാണെങ്കിൽ എത്രയെത്ര പ്രതിഫലങ്ങളാണ് നാം അറിയാതെ നമ്മുടെ ഹസനാത്തിന്റെ ഏടുകളിൽ വന്നു നിറയുന്നത്. മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലിനോട് പറയുകയാണ്, റസൂലേ, എൻ്റെ ഉമ്മ മരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ സദഖ ചെയ്താൽ അത് എൻ്റെ ഉമ്മാക്ക് ഉപകരിക്കുമോ? അതിൻ്റെ പ്രതിഫലം എൻ്റെ ഉമ്മാക്ക് ലഭിക്കുമോ? റസൂലുള്ളാഹി പറഞ്ഞു, തീർച്ചയായും ലഭിക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ വില കൂടിയ ഈത്തപ്പഴത്തിന്റെ തോട്ടം, സമൃദ്ധമായി വിളയുന്ന ഈത്തപ്പഴത്തിന്റെ തോട്ടം, അത് ഉമ്മയുടെ പേരിൽ അദ്ദേഹം ദാനം ചെയ്യുകയാണ്. അങ്ങനെ ആ ഉമ്മാക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുകയാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ ആളുകൾ, അവർക്ക് ഇനിയും അവസരമുണ്ട്. ജീവിതകാലത്ത് ഉപ്പയോട് ഉമ്മയോട് അവർക്ക് നന്മ ചെയ്യാൻ അവസരം ലഭിക്കാതെ പോയവർക്ക് ജീവിതകാലത്തിന് ശേഷവും അവസരമുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുക, അവരുടെ പേരിൽ ധാരാളമായി സദഖ ചെയ്യുക. ഇതെല്ലാം നന്മയുടെ മാർഗങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ മരണശേഷവും നിലനിൽക്കാതെ നമുക്ക് പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ഇത്തരം മാർഗങ്ങൾ, അതിനുവേണ്ടി നമ്മുടെ സമ്പത്തിന്റെ ഒരു ഭാഗം നാം മാറ്റിവെക്കേണ്ടതുണ്ട്. നമ്മുടെ ബിസിനസിന്റെ ലാഭങ്ങൾക്ക് വേണ്ടി ദിവസവും നാം സമ്പത്തുകൾ മാറ്റിവെക്കാറുണ്ട്. ഓരോഹരി നാം അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നാൽ നാളെ പരലോകത്ത് നന്മയുടെ ഏടുകൾ നിറയ്ക്കാൻ കഴിയുന്ന ഇത്രയും നിസ്സാരമായ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിനുവേണ്ടി നമ്മുടെ സമ്പത്തിന്റെ ഒരു ഓഹരി നാം മാറ്റിവെക്കുക. നമ്മുടെ കയ്യിൽ സമ്പത്തുള്ളപ്പോൾ നമുക്ക് സമ്പത്ത് ആവശ്യമുള്ള സമയത്ത് തന്നെ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കലാണ് ഏറ്റവും പുണ്യകരമായ രീതി. ഇനി ഒരു വ്യക്തി അവൻ അങ്ങേയറ്റം വൃദ്ധനായി, ഇനി സമ്പത്തിന്റെ ഒന്നും ആവശ്യമില്ല, ഇനി സമ്പത്തൊക്കെ അങ്ങ് കൊടുത്തു കളയാം എന്ന് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും പുണ്യകരമായിട്ടുള്ളത് സമ്പത്ത് കയ്യിലുണ്ടായിരിക്കെ, അതിനോട് അങ്ങേയറ്റം ആവശ്യമുള്ളവനായിരിക്കെ നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കുന്നതാണ്. അതുകൊണ്ട് റൂഹ് നമ്മുടെ തൊണ്ടക്കുയിലെത്തിയാൽ പിന്നീട് നീ സദഖ ചെയ്താൽ അത് സ്വീകരിക്കുകയില്ല, നിന്റെ തൗബ അള്ളാഹു സ്വീകരിക്കുകയില്ല. അതിനു മുൻപ് ഇത്തരത്തിലുള്ള മാർഗങ്ങൾ നാം വിനിയോഗിക്കുക. അവസാനമായി സൂചിപ്പിക്കാനുള്ള ചില കാര്യങ്ങൾ, ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ, അവൻ ജീവിതത്തിൽ ബാക്കി വെച്ച നന്മകൾ, അതിന്റെ പ്രതിഫലങ്ങൾ അവന്റെ ഖബറിലേക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ അവൻ ഈ ദുനിയാവിൽ ബാക്കി വെച്ച തിന്മകൾ ഉണ്ടാകും, അതിന്റെ ശിക്ഷയും അതിന്റെ പാപഭാരവും അതും അവൻ ഏൽക്കേണ്ടി വരുന്നതാണ്. സൂറത്തു യാസീനിൽ അള്ളാഹു പറയുകയാണ്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, തീർച്ചയായും മരിച്ചുപോയവരെ ജീവിപ്പിക്കുന്നത് നാമാണ്. എന്നിട്ട് പറഞ്ഞു, വനക്തുബു മാ ഖദ്ദമു വആസാറഹും, അവർ ചെയ്തു വെച്ചതും അതുപോലെ അവരിവിടെ വിട്ടേച്ചു പോയ പ്രവർത്തനങ്ങളുടെ അനന്തരഫലവും നാം രേഖപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് നാം നന്മകൾക്കാണ് നാം തുടക്കം കുറിച്ചതെങ്കിൽ അതിന്റെ നന്മകൾ നമുക്ക് രേഖപ്പെടുത്തും. ഇനി അതല്ല, തിന്മകളാണ് നാം തുടങ്ങി വെച്ചതെങ്കിൽ ആ തിന്മകൾ എത്ര കാലം നിലനിൽക്കുന്നുവോ അതിന്റെ തിന്മയുടെ പാപം, ആ പാപഭാരം നിന്റെ ഏടിലേക്ക് അള്ളാഹു രേഖപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തിന്മകളുടെ താക്കോലുകളാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്ന മിനന്നാസി നാസ, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവരെങ്ങനെയാണ്, മഫാത്തിഹൽ ലിൽ ഖൈരി മഗാലിഖൽ ലിശ്ശർ, നന്മകളുടെ താക്കോലുകളാണ്, അതുപോലെ തിന്മകൾക്ക് തടസ്സം നിൽക്കുന്നവരാണ്, തിന്മകളെ പൂട്ടിക്കളയുന്ന ആളുകളാണ്. വമിനന്നാസി, എന്നാൽ ജനങ്ങളിൽ മറ്റു ചിലരുണ്ട്, അവരെങ്ങനെയാണ്, മഫാത്തിഹൽ ലിശ്ശർരി മഗാലിഖൽ ലിൽ ഖൈർ, അവർ തിന്മകളുടെ താക്കോലുകളാണ്, തിന്മകൾ തുറന്നു കൊടുക്കുന്നവരാണ്, അതുപോലെ നന്മകൾക്ക് തടസ്സം നിൽക്കുന്നവർ, നന്മകൾക്ക് വഴിമുടക്കികളാകുന്ന ആളുകളുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ലിമൻ ജഅലല്ലാഹു മഫാത്തിഹൽ ഖൈരി അലാ യദിഹി ഫതൂബാ ലിമൻ ജഅലല്ലാഹു മഫാത്തിഹൽ ഖൈരി അലാ യദിഹി, ഒരാളുടെ കരങ്ങളിലൂടെ അള്ളാഹു അയാളുടെ നന്മയുടെ താക്കോലാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മംഗളം, അയാൾക്ക് സ്വർഗമുണ്ടെന്ന് റസൂലുള്ളാഹി സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. എന്നാൽ തിന്മകളുടെ താക്കോലാകുന്ന ആളുകൾ, അവർക്ക് വൈലുൻ, വൈലുൻ എന്ന് പറഞ്ഞാൽ അവർക്ക് നരകമാണ്, അവർക്ക് നരകത്തിലൊരു താഴ്വരയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നന്മകളുടെ താക്കോലുകളാവുക, തിന്മയുടെ പൂട്ടുകളാവുക,
തിന്മകൾക്ക് തടസ്സം നിൽക്കുക. അതല്ല എങ്കിൽ നീ തുടങ്ങിവെച്ച തിന്മകൾ, നീ തുടങ്ങിവെച്ച അശ്ലീലതകൾ, അതിന്റെ ശിക്ഷയും അതിന്റെ പാപഭാരവും നിന്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. നീ ഖബറിൽ കിടക്കുമ്പോഴും നിന്റെ തിന്മകളുടെ അക്കൗണ്ടുകൾ നിറയുകയാണ്. നിന്റെ വീട്ടിൽ നീ ടെലിവിഷൻ വാങ്ങിയിട്ടുണ്ട്, നിന്റെ മക്കൾക്ക് തുറന്നു കൊടുത്തിരിക്കുകയാണ്. അതിൽ മ്യൂസിക്കുകളുണ്ട്, സംഗീതങ്ങളുണ്ട്, അശ്ലീലതകളുണ്ട്, സീരിയലുകളുണ്ട്. അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഓഹരി, ആ ചിന്മയുടെ ഓരോഹരി അള്ളാഹു നിനക്ക് രേഖപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ശിർക്കിനും ബിദ്അത്തിനും അതിനൊന്നും നാം അതിന്റെ താക്കോലുകളാകരുത്. മറിച്ച് നന്മയുടെ തൗഹീദിന്റെ സുന്നത്തിന്റെ വക്താക്കളായി നന്മയുടെ മാർഗത്തിൽ മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم صل وسلم على نبينا محمد.